കെമിസ്ട്രിയുടെ 9th ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന പാഠത്തിൻ്റെ 3rd പാർട്ടാണ്. അപ്പോൾ നമ്മൾ ജെയിംസ് ചാഡ്വിക്ക് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ കണ്ടുപിടിച്ചു. അടുത്തത് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റത്തിന് ഇലക്ട്രിക്കലായിട്ട് യാതൊരു ചാർജും ഇല്ല. ദർ ആർ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ്. ആറ്റത്തിനകത്ത് 2 തരത്തിലുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസും. ബട്ട് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഹാസൻ ബി ഫെൽറ്റ് ടു ആറ്റംസ് ഓർ ദി മോളിക്യൂൾസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം. വൈ ഇറ്റ് സോ? നമ്മുടെ ആറ്റത്തിനോ, പക്ഷേ ഈ ചാർജുകളുടെ പ്രസൻസ് ആറ്റത്തിനോ ആറ്റം കൊണ്ടുണ്ടാക്കപ്പെട്ട മോളിക്യൂൾസിനോ ഇല്ല. അതെന്തുകൊണ്ട്? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു എത്ര പ്രോട്ടോണിൻ്റെ എണ്ണമുണ്ടോ അത്രയും ഇലക്ട്രോൺ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പോൾ 10 ഒരു എക്സാമ്പിളാണ്, 10 പ്രോട്ടോണിൻ്റെ 10 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടും ഒരേ തരത്തിൽ, 2 ചാർജുകളും ഒരേ തരത്തിൽ നിൽക്കുന്നതുകൊണ്ട് രണ്ടിനും ഒരേ തരത്തിൽ 2 ചാർജുകൾ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ആ ആറ്റം ന്യൂട്രലായി പോകും. 10ഉം 10ഉം ഉണ്ട്. ഇനിയിപ്പം ഒരു ഇലക്ട്രോൺ പോയി 9 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ടെങ്കിൽ ആ ആറ്റം പോസിറ്റീവ്ലി ചാർജ് ആറ്റമായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ നമുക്ക് കിട്ടി, 11 ഇലക്ട്രോണും 10 പ്രോട്ടോണും. അപ്പം നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പോൾ ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഒരേപോലെ നിൽക്കുന്നത് കൊണ്ടാണ് ആറ്റം ന്യൂട്രൽ ആവുന്നത്. അടുത്ത പാർട്ടാണ് റൂദർഫോർഡ്സ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് through his experiments found that atom has a center and the whole mass of an atom is concentrated in the nucleus. അപ്പോൾ റൂദർഫോർഡ് കണ്ടുപിടിച്ചിരുന്നു ആറ്റത്തിന് സെൻറ്റർ ഉണ്ട്, അതിൻ്റെ എല്ലാ മാസും അതിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. ആ സെൻറ്ററിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ഹി ഹൂ സജസ്റ്റഡ് എ മോർ ഓർ ലെസ് അക്സെപ്റ്റബിൾ മോഡൽ ഓഫ് ആൻ ആറ്റം. അദ്ദേഹം അംഗീകരിക്കാവുന്നതും പക്ഷേ എന്നാൽ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊരു മോഡൽ അദ്ദേഹം കണ്ടുപിടിച്ചു. അത് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങ് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയൊരു മോഡൽ കണ്ടുപിടിച്ചു. ദിസ് മോഡൽ ഈസ് നോൺ ആസ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൂദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം അറിയപ്പെടുന്നത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ ആറ്റത്തെ നമ്മുടെ സോളാർ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഈ മോഡൽ ഉണ്ടാക്കിയത്. ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് പാർട്സ് ഓഫ് ആൻ ആറ്റം ആർ അറേഞ്ച്ഡ് ആസ് ഇൻ സോളാർ സിസ്റ്റം. അത് ആറ്റത്തിൻ്റെ ഭാഗങ്ങൾ സോളാർ സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോഡലിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വിളിക്കുന്നത്. സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ. അദ്ദേഹത്തിൻ്റെ കമ്പാരിസണാണ് സോളാർ സിസ്റ്റവും നമ്മുടെ ആറ്റവും തമ്മിലുള്ള റൂദർഫോർഡിൻ്റെ കമ്പാരിസണാണിത്. സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ. സോളാർ സിസ്റ്റത്തിന് ഒരു മധ്യഭാഗമുണ്ട്. ആറ്റം ഓൾസോ ഹാസ് എ സെൻറ്റർ. ആറ്റത്തിനും സെൻറ്ററുണ്ട്. സൺ ഈസ് ദ സെൻറ്റർ. സൺ ഈസ് അറ്റ് ദ സെൻറ്റർ. സോളാർ സിസ്റ്റത്തിൽ സണ്ണാണ് സെൻറ്ററിൽ നിൽക്കുന്നത്. ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ. നമ്മുടെ ആറ്റത്തിനകത്താണെങ്കിലോ ന്യൂക്ലിയസ് ആണ് സെൻറ്ററിൽ നിൽക്കുന്നത്. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ഓർബിറ്റ്സ്. പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുന്നു. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽ. അപ്പം ഈ ന്യൂക്ലിയസിന് പുറത്ത് കാണുന്ന ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പാരിസൺ. ദ അറ്റോമിക് മോഡൽ പ്രപ്പോസ്ഡ് ബൈ റൂദർഫോർഡ് വാസ് ജനറലി അക്സെപ്റ്റബിൾ. അദ്ദേഹത്തിൻ്റെ ഈ റൂദർഫോർഡിൻ്റെ ഈ മോഡൽ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പ്രകാരം ഇലക്ട്രോൺ ഷുഡ് ഇവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ് ആസ് ദേ ലോസ് ദെയർ എനർജി വൈൽ റിവോൾവിംഗ് വിത്തിൻ ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. പക്ഷേ ഈ മോഡൽ പ്രകാരം ഈ കറങ്ങുന്ന അനുസരിച്ച് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ ചാർജ് കുറഞ്ഞു പോവുകയും അവസാനം ഇലക്ട്രോൺസ് തകർന്ന് ന്യൂക്ലിയസിൽ വന്ന് ചേരുകയും ചെയ്യുമെന്ന ചോദ്യങ്ങളുണ്ടായി. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ആറ്റം. പക്ഷേ ഈ ഒരു പ്രതിഭാസം ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് പോയി അത് നമ്മുടെ ന്യൂക്ലിയസിൽ ചെന്നിടിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നില്ല, ആറ്റത്തിനകത്ത് സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് റൂദർഫോർഡ് ഫെയിൽഡ് ടു ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ടു ദിസ് ഡൗട്ട് ഓഫ് ദ സയൻറ്റിഫിക് വേൾഡ്.
സയൻറ്റിഫിക് വേൾഡിൻ്റെ ഈ സംശയത്തിന് റൂദർഫോർഡിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. സോ ദിസ് മോഡൽ വാസ് ഇവഞ്ച്വലി ഡിസ്കാർഡ്. ഈ മോഡൽ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പം നമ്മുടെ റൂദർഫോർഡ് ആ കണ്ടുപിടുത്തം, ആ ഒരു മോഡൽ ഓഫ് സെൽ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്ത ആളാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. അദ്ദേഹം ഈ നീൽസ് ബോർ എന്ന് പറയുന്ന ആളും ഒരാറ്റത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി. പ്രൊപ്പോസ്ഡ് എ ന്യൂ അറ്റോമിക് മോഡൽ ബൈ ഗീവിങ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ടു ദ റൂദർഫോർഡ്സ് മോഡൽ. അദ്ദേഹം ഉണ്ടാക്കി ഈ റൂദർഫോർഡിൻ്റെ മോഡലിന് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തു. ദിസ് മോഡൽ വാസ് നോൺ ആസ് ബോർസ് മോഡൽ. അങ്ങനെയാണ് ഈ മോഡലിനെ അറിയപ്പെടുന്നത്. ബോർസ് മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ഗിവിങ് എ ലൂസിഡ് എക്സ്പ്ലനേഷൻ ടു ദി ഫീച്ചേഴ്സ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ ഏറ്റവും ചെറിയ എക്സ്പ്ലനേഷനാണ് ഇദ്ദേഹത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ദി റിവോൾവിംഗ് പാത്ത് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഈ ചുറ്റുന്ന ആ പാത്ത്, അതായത് നമ്മുടെ ഇലക്ട്രോൺ ചുറ്റുന്ന പാത്തിനെ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നു ബോർസ് മോഡൽ പ്രകാരം. മെയിൻ ഐഡിയാസ് ഓഫ് ബോർസ് മോഡൽ. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഇലക്ട്രോൺ ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തുകളായ ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. ആ ഷെല്ലോ അല്ലെങ്കിൽ ഓർബിറ്റ്സ്, ആ പാത്ത്, ആ ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്തിനെ വിളിക്കുന്നതാണ് ഓർബിറ്റ്സ് ഓർ ഷെല്ല്. ഓർബിറ്റ് എന്നോ ഷെല്ലെന്നോ ഏതെങ്കിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഫിക്സഡ് ആയിട്ട് ആ വഴിയിൽ കൂടിയാണ് കറങ്ങുന്നത്. ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഹെൻസ് ഷെൽസ് ഈസ് ഓൾസോ കോൾഡ് എനർജി ലെവൽ. ഈ ഇലക്ട്രോണുകൾ, ഈ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്കൊരു ഡെഫിനറ്റ് ആയിട്ടൊരു എനർജി ഉണ്ട്. ആ എനർജി അങ്ങനെ അവിടെ ഷെൽസിൽ ഉള്ളതുകൊണ്ട്, അങ്ങനെ ആ ഇലക്ട്രോൺസിന് എനർജി ഉള്ളതുകൊണ്ട് ഷെൽസിനെ എനർജി ലെവൽസ് എന്നും കൂടി വിളിക്കുന്നു. ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, ഇറ്റ്സ് എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ നമ്മുടെ ഇലക്ട്രോൺ എത്ര തവണ ഈ പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ കറങ്ങിയാലും അതിൻ്റെ എനർജി അതേപോലെ തന്നെ നിൽക്കും. അതിൻ്റെ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ദ എനർജി ഓഫ് ദി ഷെൽസ് ഇൻക്രീസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഇൻക്രീസ്. അപ്പോൾ നമ്മുടെ ഈ അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്ത് കിടക്കുന്ന നമ്മുടെ ഇലക്ട്രോൺസിന് അത്രയും എനർജി ഇല്ല ന്യൂക്ലിയസിൻ്റെ അടുത്ത് കിടക്കുന്നിടത്ത്. പക്ഷേ അത് അകലും തോറും അകന്ന് പോകുമ്പോൾ അവിടെയുള്ള ഇലക്ട്രോൺസിന് എനർജി കൂടുതലാണ്. ഈ അടുത്ത് കിടക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജിയെ കഴിഞ്ഞും കൂടുതൽ എനർജിയുണ്ട്. The shell around the nucleus can be numbered from near the nucleus as 1, 2, 3, 4, 5 or represented by the letters KLMNO. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ന്യൂക്ലിയസ് നമ്മുടെ ഇലക്ട്രോൺസ് ചുറ്റുന്ന ഷെല്ലുകൾ, ആ ഷെല്ലുകളെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് കിടക്കുന്ന ഷെല്ല് 1, അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഷെല്ല് 2, അങ്ങനെ 1, 2, 3, 4, 5 എത്ര ഷെല്ലുകളുണ്ടോ അതേപോലെ ഓരോ ഷെല്ലിന് പേര് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലെറ്റർ പോലെ അടുത്ത് കിടക്കുന്ന ഷെല്ല് K, അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ ഇപ്പം സണ്ണിൻ്റെ അടുത്ത് കിടക്കുന്ന മെർക്കുറി അതുപോലെ പറയുകയില്ലേ, അപ്പം അത് പ്ലാനറ്റ്സിൻ്റെ പേരാണ്. പക്ഷേ ഇവിടെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ആ ഷെല്ലുകളെയാണ്. KLMNOP അങ്ങനെ അങ്ങ് പോകും. അപ്പം അടുത്ത് കിടക്കുന്ന ഷെല്ലിൻ്റെ പേരാണ് K, അതിൻ്റെ അപ്പുറത്തുള്ളതാണ് L, M, N, O അങ്ങനെ അങ്ങ് പോകും. അങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോൺസ് ആറ്റത്തിനകത്തുള്ള ഫിക്സഡ് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് പാത്തിലൂടെ കറങ്ങുന്നു. അതിനെ വിളിക്കുന്ന ആ പാത്തിൻ്റെ പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഇലക്ട്രോണിന് ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണിന് ഡെഫിനറ്റ് ആയിട്ടൊരു എനർജി ഉണ്ട്. അതുകൊണ്ട് ഷെൽസിനെ എനർജി ലെവൽസ് എന്നും വിളിക്കുന്നു. എത്ര തവണ ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിയാലും അതിൻ്റെ എനർജി കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. എനർജി ദൂരെ പോകും തോറും, അതായത് ഷെല്ലുകൾ ദൂരം കൂടുന്തോറും എനർജിയും കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോറും എനർജിയും കൂടുന്നു. പിന്നെ ഷെല്ല് നെയിമിങ്.
ഈ പോർഷൻ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ. പ്രോട്ടോൺ, നെയിം ഓഫ് പാർട്ടിക്കിൾ പ്രോട്ടോൺ, പൊസിഷൻ ഇൻ ദ ആറ്റം, ന്യൂക്ലിയസ്, മാസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് 1 U. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ വേറെ ഒരു കാര്യം പറയണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് the total number of protons and neutrons in an atom is called the mass number. This is represented by letter A. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും, അതായത് നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പറുകൾ തമ്മിൽ കൂട്ടുന്ന അതിൻ്റെ ടോട്ടൽ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ എ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂട്ടുമ്പോഴാണ് മാസ് നമ്പർ കിട്ടുന്നത്. അടുത്ത കാര്യമാണ് the total number of protons in an atom is called atomic number. ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് അറിയപ്പെടുന്നത്. The letter Z is used to represent the atomic number. അറ്റോമിക് നമ്പറെ റെപ്രസെൻ്റ് ചെയ്യാൻ Z യൂസ് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം, പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അടുത്ത കാര്യമാണ്, ഇതാണ് ലാസ്റ്റ് കാര്യം. ലാസ്റ്റ് അല്ല, അടുത്ത ഒരു കാര്യം കൂടിയുണ്ട്, എന്നാലേ ലാസ്റ്റ് ആവുള്ളൂ. അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് അറ്റോമിക് നമ്പർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്മളവിടെ പഠിച്ചു. വേറൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നു നേരത്തെ. പ്രോട്ടോണിൻ്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണിൻ്റെ നമ്പർ. മാസ് നമ്പർ എന്ന് പഠിച്ചതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ, അതായത് ഇവിടെ നമ്മൾ കൂട്ടി കിട്ടിയ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പറിൽ നിന്ന് ഒരു ന്യൂട്രോൺ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. നമ്പർ ഓഫ് പ്രോട്ടോൺ അതാണ് അറ്റോമിക് നമ്പർ, അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്രോൺ എത്രയുണ്ടെന്ന് കിട്ടും. ഒന്നുകൂടെ വേണേൽ പറയാം, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും, അത് രണ്ടുമാണ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാസ് നമ്പറിൽ നിന്ന്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ കൂട്ടുന്നതാണ് മാസ് നമ്പർ. അതിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺ. ഇതൊരു കാർബൺ ആറ്റത്തിൻ്റെ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നത്. 6 6 12. അപ്പോൾ നമുക്കിതിനെ വെറുതെ 12 എന്ന് പറയാൻ പറ്റത്തില്ല, അതിനൊരു സിമ്പിൾ ഇടണം. ആ സിമ്പിൾ എന്ന് പറയുന്നത് അപ്പം മാസ് നമ്പറിൻ്റെ സിമ്പിളാണ് U. 6 6 12, അപ്പോൾ 12U, 12U. അതാണ് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും 12U. അപ്പോൾ ഇതിന് എത്ര ഇലക്ട്രോൺ കാണും? നേരത്തെ പഠിച്ചതാണ് 6 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം 6 + 6, ഈ ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് മാസ് എന്ന് പറയുന്നത് 12U. ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടത് വിശദീകരിക്കണമെങ്കിൽ ഈ 12U വേണം നമുക്ക്. നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിലെത്തി. അപ്പം പ്രോട്ടോൺ, അപ്പം നമ്മൾ പറഞ്ഞു അവിടെ ആ കാർബൺ ആറ്റം അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 12U ആണ്. ഈ U എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പോയി പറഞ്ഞത്. അപ്പോൾ 12U, അപ്പം അതിനകത്തെ ഒരു പ്രോട്ടോണിൻ്റെ വെയിറ്റ് എന്താ? അപ്പം 6 പ്രോട്ടോണാണ്, 6 എണ്ണമാണുള്ളത്, 6 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ 6 6 12. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ വെയിറ്റ് എന്താണ്? 1U. അത്രയല്ലേ ഉള്ളൊരു പ്രോട്ടോണിൻ്റെ വെയിറ്റ്. അപ്പം 2 പ്രോട്ടോണിൻ്റെ 2U, അതുപോലെ തന്നെ ഒരു ന്യൂട്രോണേ ഉള്ളെങ്കിൽ 1U. അപ്പോൾ ആ കാർബണിൻ്റെ 12U വെച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 2U. അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ടെങ്കിൽ അതും 2U. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പം അതിൻ്റെ താഴെ കിടക്കുന്ന ന്യൂട്രോൺ, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ന്യൂട്രോൺ, അതിന് 1U ആണ്. 1U എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ മാസ് നമ്പർ കണ്ടുപിടിക്കുമ്പം ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക, അതായത് പ്രോട്ടോണും ഇലക്ട്രോണും കൂടെ കൂട്ടുക. അതെങ്ങനെ കൂട്ടിയാലും അത് ഒരെണ്ണം 1 ആയിട്ടല്ലേ കിടക്കുന്നത്, അരയും മുറിയൊന്നും ആയിട്ടല്ലല്ലോ. അപ്പം 1U നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണത്. അതാണ് മാസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്, 1U.
1U. ഒരു പ്രോട്ടോണിൻ്റെ വെയിറ്റ് 1U. രണ്ട് പ്രോട്ടോൺ ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 2U. 2 ന്യൂട്രോൺ ഉണ്ട്, അതിൻ്റെ വെയിറ്റും 2U. അപ്പം 4 പ്രോട്ടോണും 4 ഇലക്ട്രോണും ഉണ്ട്, 8U. ഇലക്ട്രോൺ അല്ല കേട്ടോ, 2 ന്യൂട്രോൺ. ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോണിന് താരതമ്യേന വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇലക്ട്രോണിനെ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്? ഇലക്ട്രോൺ ഷെല്ലിനകത്തായിരിക്കുന്നത്, ന്യൂക്ലിയസിനകത്തല്ല, ഷെല്ലിനകത്ത്, ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂട്രോൺ എവിടെ ആയിരിക്കുന്നത്? അത് ന്യൂക്ലിയസിൽ തന്നെ. അപ്പം 1U അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മളതിനെ 1 ആയിട്ടാണ് കണക്കാക്കുന്നത്. 1 ആയിട്ട് മീൻസ് ഒരെണ്ണത്തിൻ്റെ നമ്പർ പറയാൻ പറഞ്ഞാൽ ഒരെണ്ണം, 2 എണ്ണമാണ് 2U, 3 എണ്ണമാണ് 3U. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ആൻ ആറ്റം ഹാവിങ് ഓൺലി 1 പ്രോട്ടോൺ ആൻഡ് 1 ന്യൂട്രോൺ? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ള ആ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്താണ്? മാസ് നമ്പർ നമ്മൾ പറഞ്ഞ പോലെ 1 പ്രോട്ടോൺ 1 ന്യൂട്രോൺ, 1 + 1 2U. ഫൈൻഡ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഹാവിങ് 2 പ്രോട്ടോൺസ് ആൻഡ് 2 ന്യൂട്രോൺസ്. അപ്പം 4U. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ആൻഡ് ഇറ്റ്സ് മാസ്? നമ്മളിതിന് നേരത്തെ പഠിച്ചതാണ്. പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിക്കിട്ടുന്നതാണ് ആ ആറ്റത്തിൻ്റെ മാസ്. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദ മാസ് നമ്പർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ A. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. വിച്ച് ഈസ് എ ഫണ്ടമെൻ്റൽ particle of an atom that can be displaced when atoms rubbed against the other or they undergo chemical reaction with the other atoms. അതായത് നമ്മൾ ആദ്യ ഭാഗത്ത് പാർട്ട് 1-ലാണെന്ന് തോന്നുന്നു, ബലൂൺ മുടിയിലൊരച്ചിട്ട് ഭിത്തിയെ പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് ഭിത്തിയിലോട്ട് ഒട്ടിയിരിക്കുന്നു എന്ന് ഒരു ഇത് കണ്ടില്ലായിരുന്നോ? അതിൻ്റെ റീസണാണ് ഇവിടെ പറയുന്നത്. അവിടെ ഏത് പാർട്ടിക്കിളാണ് മെയിനായിട്ടും മൂവ് ചെയ്യുന്നത്? പ്രോട്ടോൺ ആണോ, ഇലക്ട്രോൺ ആണോ, ന്യൂട്രോൺ ആണോ? ഇലക്ട്രോൺ ആണ്. അതിന് കാരണം ഇലക്ട്രോണിൻ്റെ നമ്മൾ പുറമേയുള്ള ഫോഴ്സാണ് കൊടുക്കുന്നത്. ന്യൂട്രോണിനെയോ പ്രോട്ടോണിനെയോ ഇത് അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഇലക്ട്രോൺ ആണ് ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതും. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇതുണ്ടാകുന്നത്, സാഹചര്യമുള്ളത്. കെമിക്കൽ റിയാക്ഷൻസിലാണെങ്കിലും അതെ, ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതും നമ്മുടെ ഇലക്ട്രോണാണ്. ഈ അതിൻ്റെ റീസണാണ് ഇവിടെ ഉള്ളത്. ഇലക്ട്രോണാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്. സിൻസ് ദ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ ഇൻ ആൻ ആറ്റം. ഇലക്ട്രിക്കലി ന്യൂട്രലായിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോണും ഇലക്ട്രോണും ഈക്വൽ ആയിരിക്കും. ദ പ്രോട്ടോൺ ഓഫ് ആൻ ആറ്റം ഡു നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ഇൻ ദ സർക്കംസ്റ്റാൻസ് മെൻഷൻഡ് അബവ്. ഈ പറഞ്ഞ സംഭവത്തിൽ, അതായത് ഈ ബലൂൺ ഉറച്ച് കഴിഞ്ഞിട്ട് ഭിത്തിയെ പിടിപ്പിച്ച് കഴിയുമ്പം ആ ഒരു സംഭവത്തിൽ പ്രോട്ടോണിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇലക്ട്രോണാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഹെൻസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം ഗെയിൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻസ്. നമ്മുടെ ഏറ്റവും അധികം ഇലക്ട്രോണിനെ കഴിഞ്ഞും പ്രാധാന്യമുള്ളതാണ് പ്രോട്ടോൺ. ദെയർഫോർ ആൻ ആറ്റം ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ഇറ്റ്. ആറ്റത്തെ നമ്മൾ മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയുന്നത് അതിനകത്തെ പ്രോട്ടോണിൻ്റെ എണ്ണം വെച്ചാണ്, അല്ലാതെ ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചല്ല. ഇലക്ട്രോൺ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ദ ലെറ്റർ Z ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ അറ്റോമിക് നമ്പർ. നേരത്തെ പറഞ്ഞതാണ്, അത് തന്നെയാണ്. If you know the atomic number of an atom, the number of which all particles can be found. അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അറ്റോമിക് നമ്പർ ചോദിച്ചിരിക്കുന്നതാണ്. അറ്റോമിക് നമ്പർ നമുക്കറിയാമെങ്കിൽ വേറെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. വേറെ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അറ്റോമിക് നമ്പർ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോണിന് ഈക്വൽ ആണ്. ഇത് എഴുതി വെച്ചിരിക്കുന്നു. അറ്റോമിക് നമ്പർ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസും ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം അറ്റോമിക് നമ്പർ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഇലക്ട്രോണിന് അത്രയും ഇലക്ട്രോണും ഉണ്ട്, അത്രയും പ്രോട്ടോണും ഉണ്ട്, അത്രയും ഇലക്ട്രോണും ഉണ്ട്. വാട്ട് ഈസ് ഇൻ കേസ് യു നോ ദ മാസ് നമ്പർ? മാസ് നമ്പർ അറിയാമെങ്കിൽ എന്താ കിട്ടുന്നത്? മാസ് നമ്പറും അറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ സാധിക്കും. എത്ര ന്യൂട്രോണുകളുണ്ട്,
എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. തിരിച്ചാണേലും അറ്റോമിക് നമ്പറാണ് അറിയേണ്ടതെങ്കിലും നമ്പർ ഓഫ് ന്യൂട്രോൺസ് തന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ്. ഇത് പഠിച്ചത് മുഴുവനും ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് നമ്പർ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. മാസ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഭാരം ആണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.